വാർത്തകളിലേക്ക് വിശദമായി. അയോഗ്യനാക്കപ്പെട്ട ശേഷം ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി. പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് രാഹുൽ കൽപ്പറ്റയിലെത്തിയത്. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലൊരുക്കിയ ഹെലിപ്പാഡിലിറങ്ങിയ രാഹുലും പ്രിയങ്കയും റോഡ് ഷോയിൽ പങ്കെടുത്തു. MP അല്ലെങ്കിലും ജയിലിലടച്ചാലും വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൽ നിന്ന് തടയാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി. തന്നെ ജയിലിൽ അടച്ചാലും അദാനിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ശക്തമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. താൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. So the BJP can take away the tag, they can take away the position, they can take away the house, but they cannot stop me from representing the people of Wayne. I just asked him, Mr. Narendra Modi, please explain your relationship with Mr. Adani. I kept asking that simple question. In my speech in Parliament, I used media reports to show that Mr. Adani, who was number 609 on the list of wealthiest people in the world, became number 2. And I gave examples of how the Prime Minister himself had facilitated this group. I showed how the relationship, the military, the defense relationship between Israel and India was completely transformed to help Mr. Adani. I showed how the rules of Indian airports were changed to help Mr. Adani. I showed how foreign policy was used to help Mr. Adani. And I asked a simple question. What is your relationship with this man? Prime Minister has not answered that question. ഒരു പാർലമെന്റേറിയന്റെ ജോലിയാണ് ചോദ്യം ചോദിക്കൽ. അത് ചെയ്തതിനാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതെന്ന് പ്രിയങ്ക ഗാന്ധി. മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിച്ച ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. BJP നേതാക്കൾ ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭരണകർത്താക്കൾ ഇടപെടുകയാണെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. To ask questions, to demand accountability, to raise issues is the job of a parliamentarian. ഒരു പാർലമെന്റ് മെമ്പറുടെ ജോലിയാണ് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ജനത തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഭരണകൂടത്തെ അതിന്റെ ചെയ്തികൾക്ക് ഉത്തരവാദികളാക്കി നിലനിർത്തുക എന്നുള്ളത്. നാടിന്റെ അനീതികളിൽ ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു ജനപ്രതിനിധിയുടേതാണ് എന്ന് ആവർത്തിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It is a right enshrined in our constitution that we are free to express ourselves, we are free to ask, we are free to debate, we are free to dissent. ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുണ്ട്. അത് നമ്മുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന്റെ അവകാശങ്ങളാണ്. അത് സ്വതന്ത്രമായ ചർച്ചകൾക്കുള്ള അവകാശം. CV അനുമോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ശക്തി പ്രകടനമായി തന്നെ മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് രാഹുൽ അവിടെ സംസാരിക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, വയനാട് രാഹുൽ ഗാന്ധിക്ക് നൽകിയതിൽ വെച്ച് ഏറ്റവും ആവേശോജ്വലമായ ഒരു വരവേൽപ്പാണ് അയോഗ്യനാക്കപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനത്തിൽ നൽകിയത്. 10,000-ങ്ങളാണ് വയനാട്ടിലേക്ക് കാസർഗോഡ് നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമെല്ലാമായി ഒഴുകിയെത്തിയത്. അതേപോലെ തന്നെ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രസംഗങ്ങളും വൈകാരികമായിരുന്നു, വിമർശനാത്മകമായിരുന്നു, അതിശക്തമായിരുന്നു. വയനാട്ടുകാരുള്ള തന്റെ ബന്ധം അത് ഈ നടപടികൾ കൊണ്ടൊന്നും മുറിച്ചു മാറ്റാൻ കഴിയുന്നില്ലെന്നും താൻ വയനാട്ടിൽ ഒരാളാണെന്നും എല്ലാവരും എന്റെ കുടുംബാംഗങ്ങളാണെന്നും രാഹുൽ പറഞ്ഞു. അതുപോലെ തന്നെ വയനാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, രാത്രി യാത്രയായിക്കോട്ടെ, ബഫർ സോൺ പ്രശ്നമായിക്കോട്ടെ, മെഡിക്കൽ കോളേജിലായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ താൻ കൂടെയുണ്ട്. താൻ MP ആണോ അല്ലയോ എന്നുള്ളത് ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾക്ക് ഒരു തടസ്സമാകുന്നില്ലെന്നും താൻ എപ്പോഴും കൂടെയുണ്ടെന്നും രാഹുൽ ആവർത്തിച്ചു. അതോടൊപ്പം തന്നെ അദാനിക്കെതിരെ രൂക്ഷ വിമർശനം, BJPക്കും അദാനിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉന്നയിച്ചത്. തന്റെ MP സ്ഥാനം എടുത്തുമാറ്റിയതുകൊണ്ടോ തന്റെ വീടിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ടോ താൻ ചോദ്യം ചോദിക്കുന്ന
ചോദിക്കുന്നത് അവസാനിപ്പിക്കില്ലെന്നും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. ഈ ഒരു തരത്തിൽ അയോഗ്യനാക്കപ്പെട്ടതുകൊണ്ട് തന്നെ തനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിയും സമാനമായ രീതിയിൽ തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളോട് അഭിവാദ്യം ചെയ്തത്. തന്റെ സഹോദരനെ സ്വീകരിച്ചതിന് അവർ നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അദാനിക്കെതിരെ ചോദ്യം ചോദിക്കുന്നതാണ് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള കാരണമെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. വളരെ വൈകാരികമായിട്ടായിരുന്നു രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രസംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. വൈകാരികമെങ്കിലും ബിജെപിക്കും അദാനിക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ഒരു രത്നച്ചുരുക്കം കൂടിയായിരുന്നു അവരുടെ ഈ പ്രസംഗങ്ങൾ. ഈ പോരാട്ടം ഇനിയും തുടരുമെന്നും സൂചിപ്പിച്ചാണ് രാഹുലും പ്രിയങ്കയും അവരുടെ പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചത്. വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയ 10,000 കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. രേണുക, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. KPCC നേതൃയോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന MP ആയതുകൊണ്ടല്ലേ താൻ 3 പ്രാവശ്യം ജയിച്ചത്. മുൻ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് വയനാട്ടിലെ സാംസ്കാരിക സദസ്സിൽ പങ്കെടുക്കാത്തതെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. അതെ, എന്റെ ഭാഗത്തൊരു പ്രതിഷേധമൊന്നുമില്ല. ഇത് വെറും ഒരു അസൗകര്യമാണ്. കാരണം നിങ്ങളോട് പറഞ്ഞു തന്നെ കാരണം ഈ നേതാക്കൾക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം. നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഞാനൊരു ദൂരത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 3 തവണ ജയിച്ചിട്ടുണ്ടാവുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു MP നിങ്ങൾക്ക് വേണ്ടതാ? അത് ഞാൻ ചെയ്യുന്നില്ലേ? കൊച്ചിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ വൈകിയതോടെ റോഡുകൾ മാലിന്യ കൂമ്പാരമായെന്ന് ഹൈക്കോടതി. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണം. മലിനീകരണ നിയന്ത്രണ ബോർഡ് സാമ്പിൾ ശേഖരിച്ച ജലസ്രോതസ്സുകളിലെല്ലാം ഈകോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. ഈകോളി ബാക്ടീരിയ ഉള്ള ജലമാണോ കൊച്ചിക്കാർ കുടിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസിൽ ഹർജിക്കാരൻ RS ശശികുമാറിനെതിരെ ലോകായുക്തക്കെതിരെ നടക്കുന്നത് ആൾക്കൂട്ട അധിക്ഷേപമെന്ന് ലോകായുക്ത സിറിയക് ജോസഫ് വിമർശിച്ചു. മുഖ്യമന്ത്രി സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഹർജിക്കാരന്റെ പക്കൽ തെളിവുണ്ടോ എന്ന് ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദും ചോദിച്ചു. ദുരിതാശ്വാസ നിധി വകമാറ്റൽ കേസിന്റെ റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹർജിക്കാരനെതിരെയുള്ള രൂക്ഷ വിമർശനം. റിവ്യൂ ഹർജിയിൽ നാളെ വാദം കേൾക്കും. ദുരിതാശ്വാസ നിധി കേസ് ഫുൾ ബെഞ്ചിന് വിട്ട ശേഷം ലോകായുക്തക്കെതിരെ വലിയ വിമർശനമാണ് പൊതുസമൂഹത്തിൽ ഉയർന്നത്. അതിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് ലോകായുക്ത ഹർജിക്കാരനായ RS ശശികുമാറിനെതിരെ ആഞ്ഞടിച്ചത്. വിമർശനം തുടങ്ങിവച്ചത് ഉപലോകായുക്ത ഹാറൂൺ ഉൾ റഷീദ്. മുഖ്യമന്ത്രി ലോകായുക്തയെ സമ്മർദ്ദത്തിലാക്കിയെന്നും സ്വാധീനിച്ചെന്നും ശശികുമാർ ചാനലുകൾ തോറും പറയുന്നത് കേട്ടു. ഹർജിക്കാരൻ നേരിട്ട് ഹാജരായാൽ ചില കാര്യങ്ങൾ ചോദിക്കാനിരുന്നതാണ്. മുഖ്യമന്ത്രി സ്വാധീനിച്ചതിന് തെളിവുണ്ടോ? ശശികുമാറിന്റെ സാന്നിധ്യത്തിലാണോ സ്വാധീനിച്ചത്? ഞങ്ങൾ ജഡ്ജിമാരിൽ വിശ്വാസമില്ലെന്നാണ് പറഞ്ഞു നടക്കുന്നത്. പിന്നെ എന്തിന് റിവ്യൂ ഹർജിയുമായി വീണ്ടും ഇവിടെ വന്നു? 3-അംഗ ബെഞ്ചിൽ നിന്ന് അനുകൂല വിധി കിട്ടില്ലെന്ന് വാദിഭാഗത്തിന് ഉറപ്പുള്ളതുകൊണ്ടാണോ അതിനെ എതിർക്കുന്നതെന്നും ഉപലോകായുക്ത ചോദിച്ചു. പേപ്പട്ടിയെ കണ്ടാൽ വഴിമാറി നടക്കുന്നതല്ലാതെ വായിൽ കോരിട്ടിളക്കുന്നതല്ല ശീലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകായുക്ത സിറിയക് ജോസഫ് വിമർശനം തുടങ്ങിയത്. ഒന്നും പറയേണ്ട എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ കേസ് പരിഗണനയിലിരിക്കുമ്പോൾ ചാനലിൽ പറയുന്നതും ജഡ്ജിമാരെ അപകീർത്തിപ്പെടുത്തുന്നതും അസാധാരണമാണ്. അട്ടപ്പാടി മധു കേസിൽ നടന്നത് ആൾക്കൂട്ട കൊലപാതകമാണെങ്കിൽ ഇവിടെ നടക്കുന്നത് ആൾക്കൂട്ട അധിക്ഷേപമാണെന്നും ലോകായുക്ത വിമർശിച്ചു. ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും വാദിഭാഗത്തോട് ലോകായുക്ത ഉപദേശിച്ചു. റിവ്യൂ ഹർജിയിൽ തീർപ്പായ ശേഷം മാത്രമേ ഫുൾ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള തീരുമാനം നടപ്പാക്കാൻ പാടുള്ളൂ എന്ന് RS ശശികുമാറിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് തള്ളിയ ലോകായുക്ത നാളെ ഉച്ചയ്ക്ക് 12-ന് റിവ്യൂ ഹർജിയിൽ വാദം കേൾക്കുമെന്ന് പറഞ്ഞു. ഫുൾ ബെഞ്ചും നാളെ തന്നെ കേസ് പരിഗണിക്കും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. SN കോളേജ് ജൂബിലി ഫണ്ട് തിരിമറി കേസിൽ വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. വെള്ളാപ്പള്ളി നടേശൻ ക്രിമിനൽ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. തുടരന്വേഷണം പൂർത്തിയായ ശേഷമേ വിചാരണ നേരിടേണ്ടതുള്ളൂ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാദം. ഇത് കോടതി അംഗീകരിച്ചില്ല. എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരായ കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ തുടരന്വേഷണ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതി വിധി തിരിച്ചടിയല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സാധിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ നിയമജ്ഞന്മാരുമായിട്ട് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കും. സുപ്രീം കോടതി പോകണമെങ്കിൽ പോകും. അതല്ല ഒന്നും വേണം, നമുക്ക് വിചാരണ കോടതി നേടുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് അഭിമുഖീകരിക്കും. എനിക്കതിനകത്ത് ഒരു ഭയവുമില്ല. കാരണം ഞാനിതിനകത്ത് എന്തെങ്കിലും സാമ്പത്തികമായ ക്രമക്കേട് കാണിച്ച് കുറ്റക്കാരനാണെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടതുള്ളൂ. വിചാരണ സമയത്ത് മത്സരിക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചടിയല്ല. കുറ്റക്കാരനെന്ന് പ്രഖ്യാപിക്കുന്നിടത്തോളം കാലം മത്സരത്തിന് യാതൊരു സംശയമില്ല. ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയൊക്കെ വെല്ലുവിളി നിന്നെങ്കിൽ ഞാൻ മത്സരിക്കും.
വാർത്തകൾ തുടരുന്നു. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിൽ പാലക്കാട്ട് പ്രതിഷേധം ശക്തമാകുന്നു. മുതലമട പഞ്ചായത്തിലെ ജനകീയ ഹർത്താലിന് പിന്നാലെ നെല്ലിയാമ്പതിയിലും ഹർത്താലിന് ആഹ്വാനം. ഏപ്രിൽ 17-നാണ് പഞ്ചായത്ത് ഭരണസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹൈക്കോടതിയെ സമീപിക്കാനും ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നത് അശാസ്ത്രീയമെന്ന് ഹൈക്കോടതിയിൽ നെന്മാറ MLA കെ ബാബു ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ഹർജിയിലാണ് പരാമർശം. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അതേസമയം ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണമുണ്ടായി. സൂര്യനെല്ലി ആദിവാസി കോളനിയിലെ ലീലയുടെ വീടിന്റെ മുൻവശവും അടുക്കളയും കാട്ടാന തകർത്തു. വീട്ടിലുണ്ടായിരുന്ന ലീലയും മകളും കുഞ്ഞും ഓടി രക്ഷപ്പെട്ടു. കോടനാട് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയെ അഭയാരണ്യത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ യാത്രക്കിടയിൽ 4ഇടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം നടന്നു. ചേർത്തല, എക്സ്ട്രേ കവല, കൊമ്മാടി, ആറാട്ടുവഴി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ദേശീയപാതയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിൽ ചിറ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് S ഷെഫീഖ്, വൈസ് പ്രസിഡന്റ് തൈഫുദ്ദീൻ എന്നിവരെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈസ്റ്റർ ദിനത്തിലെ BJP നേതാക്കളുടെ അരമന സന്ദർശനത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. ലോകത്ത് ക്രൈസ്തവരെ ഏറ്റവും അധികം പീഡിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകളെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആരോപിച്ചു. BJPയുടെ അരമന സന്ദർശനം ഇരട്ടത്താപ്പെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തിയപ്പോൾ മുസ്ലിം ജനവിഭാഗങ്ങളിൽ ആശങ്ക ജനിപ്പിക്കാനാണ് മന്ത്രിയുടെ നീക്കമെന്നായിരുന്നു K സുരേന്ദ്രന്റെ പ്രതികരണം. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ BJP നേതാക്കളുടെ അരമന സന്ദർശനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതാ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു എന്നത് ചിത്രം കാണിക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളുകള് അവരുടെ അനുഭവത്തിലൂടെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. പിന്നാലെയാണ് BJP നേതാക്കളും സ്വരം ഘടിപ്പിച്ചത്. ക്രൈസ്തവ സ്നേഹത്തിന്റെ വ്യാജ കുപ്പായം അണിഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. വിചാരധാരയുമായി ക്രൈസ്തവരെ ബോധവൽക്കരിക്കാൻ ഇറങ്ങുന്നവർ പാർട്ടി ഓഫീസുകളിൽ നിന്ന് ലെനിന്റെയും സ്റ്റാലിന്റെയും ചിത്രങ്ങൾ നീക്കുകയാണ് ആദ്യം വേണ്ടതെന്ന് മുരളീധരൻ പറഞ്ഞു. അവിടെ കന്യാമറിയത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും സ്വരൂപങ്ങൾക്ക് പകരം ചൈനീസ് പ്രസിഡന്റിന്റെ പടം വെക്കണം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആദ്യം പശ്ചാത്തപിക്കേണ്ടത്. പിണറായി വിജയനാണ് പശ്ചാത്തപിക്കേണ്ടത്. CPM-ന് പുറമെ മുസ്ലിം ലീഗിനെ വിമർശിച്ച K സുരേന്ദ്രൻ മുഹമ്മദ് റിയാസ് തീവ്രവാദ സംഘടനകളുമായി ചങ്ങാത്തം പുലർത്തുന്നയാളാണെന്നും ആക്ഷേപിച്ചു. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം മുഹമ്മദ് റിയാസ് ഏതൊരു പോളറൈസേഷന് വേണ്ടിയാണോ ശ്രമിക്കുന്നത്. ലീഗുകാരെ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിഭാഗത്തിലും സമ്പർക്കം നടത്തി അവരുടെ വിശ്വാസം ആർജിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് ഞങ്ങൾ പോകുന്നത്. വിചാരധാര മാത്രമല്ല, ഈ വർഷം ജനുവരിയിലെ ഓർഗനൈസറിൽ വന്ന ലേഖനവും ക്രൈസ്തവർക്ക് എതിരാണെന്നും നക്ഷത്രം തൂക്കാൻ പറ്റില്ലെന്ന് ആഹ്വാനം ചെയ്തവരില്ലേ എന്നും മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. വീടുകളിൽ ആർക്കും എങ്ങനെയും തെരഞ്ഞെടുത്ത് പോവാം, അതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ പൊതുവെ ഇതുകൊണ്ട് രാഷ്ട്രീയമായി BJP ഉദ്ദേശിക്കുന്ന ഗുണമുണ്ടോ ഇല്ലയോ എന്ന് പറയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. BJP അരമന സന്ദർശനത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും വിമർശനങ്ങളും തുടരുമെന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ രാഷ്ട്രീയ ജാഗ്രത പുലർത്താൻ CPI എക്സിക്യൂട്ടീവിൽ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ആഹ്വാനം. BJPയുടെ ബിഷപ്പ് ഹൌസ് സന്ദർശനം ഗൌരവമായി കാണേണ്ടതില്ലെന്ന് CPI സംസ്ഥാന നേതൃത്വം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അഭിപ്രായപ്പെട്ടു. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.